ഹമാസിന് പതിയെ പതിയെ തിരിച്ചറിവ് വന്നു തുടങ്ങുകയാണ്. പല സത്യങ്ങളും ഹമാസ് ഒടുവിൽ സമ്മതിക്കുന്നു. ഏറ്റവും ഒടുവിലായി തങ്ങളുടെ നേതാക്കളായിരുന്ന മുഹമ്മദ് ദെയ്ഫിൻ്റെയും മർവാൻ ഇസയുടെയും മരണമാണിപ്പോൾ ഹമാസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അൽ-ഖസം ബ്രിഗേഡിൻ്റെ അബു ഉബൈദയാണ് ഇപ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മർവാൻ ഇസയെയും അതുപോലെ മുഹമ്മദ് ദെയ്ഫിനെയും വധിക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തിയ വമ്പൻ ബോംബാക്രമണത്തിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നു. നേരത്തെ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടില്ല എന്നുള്ള വാർത്ത, യഹിയ സിൻവാർ ജീവനോടെയുണ്ട്, യഹിയ സിൻവാർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ, ചില പാശ്ചാത്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അൽ ജസീറ അടക്കമുള്ള ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് മുഹമ്മദ് ദെയ്ഫ് എന്ന അവരുടെ മിലിറ്ററി മേധാവി കൊല്ലപ്പെട്ടിട്ടില്ലെന്നും പൂർണ്ണ ആരോഗ്യവാനായി ജീവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ള ചില ദൃശ്യങ്ങളും ചില ചിത്രങ്ങളും പുറത്തു വന്നത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായ ഒരു വിശദീകരണം ഹമാസ് നൽകിയിരിക്കുന്നത്. ഹമാസ് നേതൃനിരയിലെ രണ്ടാമനും മൂന്നാമനുമായ മുഹമ്മദ് ദെയ്ഫും മർവാൻ ഇസയും കൊല്ലപ്പെട്ടു. ജൂലൈ മാസം 2024 ഖാൻ യൂണിസിലും അതുപോലെ മധ്യ ഗാസയിലും നടത്തിയ രണ്ട് വ്യത്യസ്തമായ ആക്രമണങ്ങളിലാണ് ഇസ്രായേലി സേന ഇരു നേതാക്കന്മാരെയും വധിച്ചത് എന്നാണ് ഇപ്പോൾ അബു ഉബൈദ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഈ രണ്ടു നേതാക്കന്മാരും ഹമാസിൻ്റെ മാസ്റ്റർ മൈൻഡുകളായിരുന്നു. അതിൽ സൈനിക വിഭാഗം മേധാവിയായിരുന്ന മുഹമ്മദ് ദെയ്ഫ് ആയിരുന്നു പ്രധാനമായും ഹമാസിൻ്റെ ഓപ്പറേഷൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത്. ഒക്ടോബർ മാസം 7, 2023 ഇസ്രായേലിൽ നടന്ന കൂട്ടക്കുരുതിയുടെ പ്രധാന ബുദ്ധി കേന്ദ്രം മർവാൻ ഇസയായിരുന്നു. അൽ-ഖസം ബ്രിഗേഡിനെ നയിച്ചിരുന്നത് മർവാൻ ഇസയായിരുന്നു. ഹമാസ് നേതൃനിരയിൽ യഹിയ സിൻവാർ കഴിഞ്ഞാൽ രണ്ടാമൻ മുഹമ്മദ് ദെയ്ഫ് ആയിരുന്നു, മൂന്നാമനായിരുന്നു മർവാൻ ഇസ. ഈ രണ്ടു ഭീകര നേതാക്കന്മാരും ഗാസയിലുടനീളമുള്ള ഫീൽഡ് ഓപ്പറേഷനിൽ അഗ്രഗണ്യന്മാരായിരുന്നു. പ്രധാനമായും എയർ സ്ട്രൈക്കിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു മുഹമ്മദ് ദെയ്ഫിനുണ്ടായിരുന്നത്. ലോകം മുഴുവനുള്ള ഹമാസിനെ കോർഡിനേറ്റ് ചെയ്തിരുന്നത്, ഏകോപിപ്പിച്ചിരുന്നത് മുഹമ്മദ് ദെയ്ഫ് ആയിരുന്നു. ആ മുഹമ്മദ് ദെയ്ഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഖാൻ യൂണിസിന് സമീപം ജൂലൈ മാസത്തിൽ ഇസ്രായേൽ നടത്തിയിരുന്നു. ഖാൻ യൂണിസിന് സമീപമുള്ള ഒരു ആ കെട്ടിടത്തിലാണ് മുഹമ്മദ് ദെയ്ഫ് താമസിച്ചിരുന്നത്. ആ കെട്ടിടം ലക്ഷ്യം വെച്ചുകൊണ്ട് 2000 പൗണ്ട് ഭാരമുള്ള ബോംബാണ് ഇസ്രായേലി സേന വർഷിച്ചത്. ആ ബോംബ് വീഴുകയും ആ കെട്ടിടം ഒന്നാകെ തകർന്നു വീഴുകയും ആകാശം മുട്ടെ തീഗോളങ്ങൾ ഉയരുകയും ചെയ്യുന്ന ദൃശ്യം കൂടി ഈ വാർത്തയോടൊപ്പം ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നു. അതിനു പിന്നാലെയാണ് മറ്റൊരു ആക്രമണത്തിൽ മധ്യ ഗാസയിലെ ഒരു കെട്ടിടത്തിലേക്ക് നടത്തിയ എയർ സ്ട്രൈക്കിൽ മർവാൻ ഇസയും കൊല്ലപ്പെട്ടത് എന്ന വിവരമാണിപ്പോൾ ഹമാസ് പുറത്തുവിടുന്നത്. ഈ രണ്ടുപേരുടെയും മരണം സംബന്ധിച്ച സംശയങ്ങൾ പൊതുസമൂഹത്തിനും അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിക്കുന്നവർക്കും ഉണ്ടായിരുന്നുവെങ്കിലും IDF സംബന്ധിച്ച് ഒരു വ്യക്തത കുറവും ഉണ്ടായിരുന്നില്ല. IDF വളരെ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി തന്നെ IDF വ്യക്തമായി പറഞ്ഞതാണ്, ഹമാസ് നേതൃനിരയിലെ രണ്ടു പ്രധാനപ്പെട്ടവരെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു. മുഹമ്മദ് ദെയ്ഫിനെയും അതുപോലെ തന്നെ മർവാൻ ഇസയെയും ഞങ്ങൾ വധിച്ചിരിക്കുന്നു. അവരുടെ മൃതശരീരങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. അത് ഹമാസിന് വിട്ടു നൽകില്ല. കാരണം ഇത്രയും വലിയ ഒരു സ്ഫോടനമുണ്ടായാൽ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ലഭിക്കാൻ സാധ്യതയില്ല. അത് വളരെ കൃത്യമായി തന്നെ ഇസ്രായേൽ എന്ന് വ്യക്തമാക്കിയതാണ്. അത് സ്ഥിരീകരിക്കുന്നതിനും അത് തുറന്ന് സമ്മതിക്കുന്നതിനും ഏകദേശം 1 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഹമാസിന്. ഇപ്പോൾ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുകയും 3-ാം ഘട്ട ബന്ദിമോചനം സാധ്യമാവുകയും 15ഓളം ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും പകരം 330ഓളം വരുന്ന പാലസ്തീൻ യുദ്ധത്തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഏറ്റവും വലിയ ഒരു വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. ഒടുവിൽ ഹമാസ് തന്നെ സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങളുടെ നേതാക്കന്മാരെ ഇസ്രായേൽ സേന വധിച്ചു. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് മുകളിലേക്ക് വൻ ഭാരമുള്ള ബോംബുകൾ വർഷിച്ചു. 2000 പൗണ്ട് ഭാരമുള്ള ബോംബ് വർഷിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മുഹമ്മദ് ദെയ്ഫ് എന്ന മിലിറ്ററി വിഭാഗം മേധാവിയെ ഇസ്രായേൽ തീർത്തത്. മർവാൻ ഇസയ്ക്ക് നേരെയും അതിശക്തമായ ബോംബാക്രമണമാണ് ഉണ്ടായത്. അപ്പോൾ ഹമാസിൻ്റെ നേതൃനിരയിൽ ഇനി എണ്ണപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ. അവരുടെ കൂടി ജീവൻ രക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലുമായുള്ള ഒരു വെടിനിർത്തൽ കരാറിന് ഒടുവിൽ ഹമാസിന് സമ്മതിക്കേണ്ടി വന്നതും. വളരെ കൃത്യമായ വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് നൽകിയത്. എത്രയും വേഗം ബന്ദിമോചനം സാധ്യമാക്കുക. ജനുവരി 20 ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കും. അതിനു പിന്നാലെ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാവുക. ഏതു തരത്തിലുള്ള ഒരു കരാർ ഇസ്രായേൽ മുന്നോട്ട് വച്ചാലും ആ കരാർ അംഗീകരിച്ചുകൊണ്ട്
ബന്ദികളെ വിട്ടയക്കുക, അല്ലെങ്കിൽ ഹമാസിന്റെ ഗാസയിലെ ഭീകരന്മാരെ ആയിരിക്കില്ല ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ലോകത്ത് പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുന്ന ഖത്തറിൽ, തുർക്കിയിൽ, ലോകത്തിന്റെ മറ്റ് വിവിധ തലങ്ങളിലുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ എല്ലാ നേതാക്കന്മാരെയും തിരഞ്ഞു പിടിച്ച് ഞങ്ങൾ വധിക്കും. ഇത് ട്രംപിന്റെ കൃത്യമായ മുന്നറിയിപ്പായിരുന്നു. ആ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് ഹമാസിന് ഭയപ്പാട് തുടങ്ങിയത്. ഹമാസിന്റെ നേതാക്കന്മാർ ഇടപെടുന്നു, ഖത്തർ ഇടപെടുന്നു, ഈജിപ്റ്റ് ഇടപെടുന്നു. ഒടുവിൽ ബന്ദിമോചനം സാധ്യമാകുന്നു. ബന്ദികളെല്ലാം തന്നെ മോചിപ്പിക്കപ്പെട്ട ശേഷമായിരിക്കാം അടുത്ത ഇസ്രായേലിന്റെ നടപടി ഉണ്ടാവുക. ഹമാസിന്റെ നേതൃനിരയിൽ അവശേഷിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ ഒന്നൊന്നായി മൊസാദും CIA തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ ഹമാസ് എന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രഖ്യാപിത ലക്ഷ്യം. ഗാസയിൽ നിന്ന് പാലസ്തീനികളെ കൂട്ടത്തോടുകൂടി കുടിയൊഴിപ്പിക്കുക, അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുക, ഗാസയെ പൂർണ്ണമായും പാലസ്തീൻ മുക്തമാക്കുക. ഇത് ഇസ്രായേലിൻ്റെ മാത്രം ലക്ഷ്യമല്ല, ഇപ്പോൾ അമേരിക്കയുടെ ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടിയാവുകയാണ്. ഇതോടുകൂടി ഗാസ സ്ട്രിപ്പിൽ നിന്നും പാലസ്തീനികൾ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കപ്പെടും. അവരെ ഈജിപ്തിലോ തുർക്കിയിലോ മറ്റേതെങ്കിലുമൊക്കെ അറബ് രാജ്യങ്ങളിലോ മാറ്റാനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഹമ്മദ് ദെയ്ഫിനെയും മർവാനിസയെയും കൊലപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നു. 2 ഹമാസ് ഭീകര നേതാക്കളെയും ഇസ്രായേൽ സേന വധിച്ചുവെന്ന് ഒടുവിൽ ഹമാസ് സമ്മതിക്കുകയാണ്.